ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമുക്ക് ഞായറാഴ്ചയായിട്ട് അവധി. എനിക്ക് ഡേ ഓഫ് ഡേ ആയിട്ട് ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയാനായിട്ടൊരു ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോയെ കാണുന്നു. ഞായറാഴ്ചയാണ്, എല്ലാവരും അവധി ദിവസത്തിലായിരിക്കും, ചിലപ്പോൾ യാത്രയിലായിരിക്കും. ഞായറാഴ്ചയാണല്ലോ ഓരോരുത്തർക്ക് അവധി, യാത്രയൊക്കെ പോണത്, കല്യാണങ്ങളെല്ലാം. നമുക്ക് അങ്ങനെ എങ്ങും പോക്കില്ല, നമുക്ക് കല്യാണങ്ങളൊന്നുമില്ല, നമ്മൾ പാവങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചോറ് വയ്ക്കാം. ചോറ് വയ്ക്കുന്നതിന് ഉള്ള കാര്യങ്ങളുടെ ഒപ്പം ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം. അപ്പോൾ എല്ലാവരും കൂടെ വാ. ഞായറാഴ്ചയാണ്, ലഞ്ച് വീഡിയോ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. റെസിപ്പി എന്നൊക്കെ പറയാൻ ഇതെല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ചക്കക്കുരു മാങ്ങയും കൂടെ കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ചക്കക്കുരു മാങ്ങയും വയ്ക്കാനായിട്ടാണ് കുക്കറിലോട്ട് ഇടുന്നത്. ഒരു 3-4 വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഉടച്ചെടുത്ത് നല്ലൊരു കറിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും ചൂടിൻ്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടല്ലേ? അപ്പോഴീ ഗൾഫ് നാടുകളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കില്ലേ? കൺസ്ട്രക്ഷൻ മേഖല അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അയ്യോ കഷ്ടം. നമ്മളിപ്പോൾ നമ്മുടെ ഷോപ്പിൽ പോകുമ്പോൾ അവിടുത്തെ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി ഈ സ്ഥിരം കറിയാണിത്, അതുകൊണ്ടാണ് അമ്മച്ചി ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കി, ഇതേ ഉടഞ്ഞിരുന്നിട്ടുണ്ട്. നല്ലപോലെ ഉടച്ചെടുത്ത് നമുക്ക് അതിനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു വാളരിക്ക പയറിൻ്റെ തോരനും കൂടി വയ്ക്കാം. ഇരുമ്പേട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് വാളരിക്കയും പച്ചമുളകും സവാളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാളരിക്ക എന്ന് പറഞ്ഞാൽ അമരപ്പയറിൻ്റെയൊക്കെ ജനിസിൽപ്പെടുന്ന വലിയ സംഭവം, അറിയാമെന്ന് തോന്നുന്നു. ജീരകം ഇട്ട് പൊട്ടിക്കാൻ, കടുകല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വാളരിക്ക എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. ഇതാണ് വാളരിക്ക, നമ്മുടെ വാളരിക്ക, സ്വന്തം വാളരിക്ക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് വാളരിക്ക. തോരൻ വെച്ചാൽ നല്ലതാണ്. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് എന്ത് വെച്ചാലും കഴിക്കാനായിട്ട് ആരും കാണില്ല. നമ്മൾ മാത്രം ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു ബാക്കി വരും, അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലതാണ്. ഈ ഡോക്ടർമാരെ പലരും പല കണക്കാണ് പറയുന്നത് കേട്ടോ. ചിലർ പറയും, നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ട് നമ്മൾ പലരും പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ശീലിക്കേണ്ട ഒരു ശീലം എന്തെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ഈ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. ചക്കക്കുരു ഉടച്ചുകൊണ്ട് വന്ന് വളരിക്കപ്പയർ അവിടെ റെഡി ആവുന്നുണ്ട്, തോരൻ അവിടെ റെഡി ആവുന്നുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടെ ചേർത്ത് അരച്ച് നന്നായിട്ട് വടിയരച്ചെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതിലോട്ട് ഇട്ട് കൊടുത്ത് അതിനെല്ലാം ഉടച്ച് കുറച്ച് തീ വെച്ച് ഒന്ന് വേവിച്ച് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ പറയും ഇന്ന സാധനം കൂടുതൽ കഴിക്കരുത്. ഇന്നൊരു ഡോക്ടർ പറയുന്നതാണ് മുട്ട ധാരാളമായി കഴിക്കണം. ചില ഡോക്ടർമാർ പറയും മുട്ട കഴിക്കരുത്, കൊളസ്ട്രോൾ ഉണ്ടാക്കും. അത് പ്രായമായ ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ പ്രശ്നമുള്ളവർ മുട്ട അധികം കഴിക്കരുത്. അപ്പോൾ പലരും പല രീതിക്കാണ് പറയുന്നത്. എൻ്റെ ഒരു കണക്കൂട്ടിനനുസരിച്ച്, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നിലവാരം അനുസരിച്ച് പച്ചക്കറികൾ കൂടുതൽ വിഷമില്ലാതെ കഴിക്കാൻ പറ്റിയാൽ അങ്ങനെ കഴിക്കുക. പിന്നെന്താ, ചോറ് ആവശ്യത്തിന് കഴിക്കുക. ചോറ് മാറ്റിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മുടെ ബാച്ചിലേഴ്സ് സാമ്പാറാണേ. ചോറ് മാറ്റിയിട്ട് വേറെ എന്ത് കഴിച്ചാലും ചോറിൻ്റെ ഉപയോഗം തന്നെ, കാർബോ തന്നെ തരുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറിയും തോരൻ പരിപ്പും എല്ലാം കൂടെ അരിഞ്ഞ് ഒരുമിച്ചിട്ടിരിക്കുകയാണ്. തക്കാളി, ഉരുളക്കിഴങ്ങ്, തടിയങ്ക, സവാള, പച്ചമുളക്, 2 പച്ചമുളകൊക്കെ ഇട്ട് 2-3 പച്ചമുളക് ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ മസാല, നൈമിത്രയുടെ സ്വന്തം സാമ്പാർ മസാലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം ചേർന്ന സാമ്പാർ മസാലയുടെ പൊള്ളിയാണ്. നിങ്ങൾ ഒരു വട്ടം ഇതേപോലെ വാങ്ങിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒരു 15-20 ഗ്രാമോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതിനെ നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് 4 വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സാമ്പാർ വേവും. ഇത് ഒരു പ്രാവശ്യം മേടിച്ചിട്ട് ബാച്ചിലേഴ്സ് വെച്ച് നോക്കണം. വൈകിട്ടൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല സാമ്പാർ കൂട്ടി നമുക്ക് ചോറ് കഴിക്കണോ, ചപ്പാത്തി കഴിക്കണോ, എന്താണെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കണം. സാമ്പാർ മസാലയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾ അയച്ചുതരാം. ഇത് അമ്മച്ചിയുടെ ഉണക്കക്കറിയാണ്. അവിടെ ഇരുന്ന് തിളച്ചപ്പോൾ ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇരുമ്പേട്ടി തന്നെ, തോരൻ വെച്ച ഇരുമ്പേട്ടി തന്നെ എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് സാമ്പാർ വിസിൽ ഒക്കെ കേട്ട് വെന്ത് അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത് കേട്ടോ. കടുക് കൂടെ ഇട്ട് പൊട്ടിച്ചു കൊടുത്തു.
ഇത് കടുക് വറുത്ത് സാമ്പാറിൽ നമ്മുടെ ചക്കക്കുരു കൂട്ടാനിൽ ഒഴിക്കാനാണ്. 2 ചെറിയ ഉള്ളി ഇവിടെ ഇട്ട് കൊടുത്ത് വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഡോക്ടർമാർ പലരും പലതും പറയും. ചിലർ പാല് കുടിക്കരുതെന്ന് പറയും, ചിലർ പാല് കുടിക്കണമെന്ന് പറയും. അങ്ങനെ പലതാണ്. നമ്മളുടെ ഒരു രീതി, നമ്മളുടെ ഒരു അവസ്ഥ അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. കാർബോ അടങ്ങിയ കൂടുതൽ ഭക്ഷണങ്ങൾ കുറച്ചിട്ട് പച്ചക്കറികൾ കഴിക്കുക കേട്ടോ. മല്ലിയിലേക്ക് ഇട്ട് സാമ്പാറോടെ വെന്തിരിപ്പുണ്ട്, ഇതിലേക്ക് കടുക് വറുത്തൊഴിച്ച് കഴിക്കുക എന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ. കടുക് വറുത്തൊഴിച്ച് കൊടുക്കുകയാണ്. സൂപ്പർ സാമ്പാറാണ്. ഈ സാമ്പാറും ഒരു ഇച്ചിരി നാരങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ പോളി മാസാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഉണക്കമീൻ ചുട്ടെടുത്ത് ഞാൻ ഇതിനോട് കഴിക്കുമെന്ന് കേട്ടോ. നിങ്ങൾക്ക് നല്ല കോമ്പിനേഷനായിട്ട് തോന്നുന്നോ? എനിക്ക് നല്ല കോമ്പിനേഷനായിട്ടാണ് തോന്നുന്നത്. അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്തതേ നമ്മുടെ മാങ്ങ ചക്കക്കുരു കറിയാണ് കേട്ടോ. പോളി മാസാണ്. പിന്നെ നമുക്ക് ചോറും പിന്നെ തോരനും ഒക്കെയാണ്. നല്ല ബാച്ചിലേഴ്സ് സാമ്പാർ ഇങ്ങനെ റെഡിയാവുകയാണ്. സാമ്പാർ മസാലയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾ അയച്ചില്ല. അത് പരസ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാമ്പാർ മസാല സൂപ്പറാണ് കേട്ടോ. നമ്മുടെ സാമ്പാർ മസാല അടാറാണെന്ന് ഞാൻ എവിടെയും പറയാം. ഒരു കസ്റ്റമറിന് വേണ്ട അയച്ചു കൊടുത്തപ്പോൾ തിരിഞ്ഞു പോയി കേട്ടോ. ആ കസ്റ്റമർ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ തിരിഞ്ഞു പോയി. അത് നമ്മുടെ തെറ്റായിരുന്നു കേട്ടോ. അതിന് ഞാൻ സോറി പറയുന്നു. പക്ഷേ നമ്മുടെ സാമ്പാർ മസാല സൂപ്പറാണ്. എന്തെങ്കിലും ആ കസ്റ്റമർ എൻ്റെ അടുത്തൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ ഞാൻ ആ കസ്റ്റമറിന് അയച്ചു കൊടുത്തരായിരുന്നു കേട്ടോ. എനിക്ക് ആ അഡ്രസ്സും പോയി കയ്യിൽ നിന്ന്, അതുകൊണ്ടാണ്. പിന്നെന്താ, അപ്പോൾ സാമ്പാർ മസാലയും കൂട്ടി കഴിക്കുന്ന കഥയാണ് നമ്മൾ പറയുന്നത്. സാമ്പാറും കൂട്ടി. അപ്പോൾ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇതായിരുന്നു ഇത് ഞായറാഴ്ചത്തെ ഒരു ദിവസം. നാളെ ഷോപ്പിൽ പോയിട്ട് വേറെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ വലുതാണ്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രകാരമാണ് ഞങ്ങൾക്ക് വീഡിയോ ഇടാനൊക്കെ പറ്റുന്നത്. ഞങ്ങളുടെ ഷോപ്പിലും അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സൊന്നും അല്ലാതെ അറിഞ്ഞും കേട്ടും ആൾക്കാർ വരുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നീച്ച.